ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ കടുത്ത നടപടിയുമായി കൊച്ചി സിറ്റി പോലീസ് വിവിധ കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 114 പേരെ പ്രത്യേക പരിശോധനയിൽ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ജാഗ്രത എന്ന പേരിലായിരുന്നു പോലീസ് നടപടി. വിവിധ കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 114 പ്രതികളെ ഓപ്പറേഷന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായാണ് നടപടി പൂർത്തിയായത്. 400 ഉദ്യോഗസ്ഥർ 90 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത്. ഈ അറസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വളരെ ലോങ് പെൻഡിങ് കേസുകളിൽ പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ള ആളുകൾ, കോടതിയിൽ നിന്നും നോൺ അവൈലബിൾ വാറണ്ട് പെൻഡിങ്ങുള്ള പ്രതികൾ, അതുകൂടാതെ ഓൾറെഡി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്ന ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ. അങ്ങനെ ടോട്ടൽ 114 പേരെയാണ് 24 മണിക്കൂറിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിവിധ ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലും പ്രതികൾക്കായി പരിശോധന നടന്നു. മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടവർ, കോടതി വാറന്റ് പുറപ്പെടുവിച്ച കേസിലെ പ്രതികൾ എന്നിവരാണ് അറസ്റ്റിലായത്. അതേസമയം 2023 കൊച്ചി സിറ്റി പരിധിയിൽ മയക്കുമരുന്ന് കേസുകളിൽ വർധനവുണ്ടായതായി കമ്മീഷണർ എ അക്ബർ പറഞ്ഞു. 1359 NDPS കേസുകളാണ് പോയ വർഷം രജിസ്റ്റർ ചെയ്തത്. ഈ കേസുകൾ കൂടുതൽ പിടിക്കുന്നതിന്റെ അർത്ഥം കൊച്ചിയിലെ ലഹരി വ്യാപനം കൂടുന്നു എന്നല്ല. ഇപ്പോൾ കേസ് ഒന്നും പിടിക്കാതിരുന്നാൽ അതിന്റെ അർത്ഥം കൊച്ചിയിലെ ലഹരി ഇല്ല എന്നുമല്ല. കഴിഞ്ഞ വർഷത്തെ മാത്രം നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ 1359 NDPS കേസാണ് 2023 മാത്രം കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1359. അതുമായി ബന്ധപ്പെട്ട് 1551 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 326 കിലോഗ്രാം ഗഞ്ച പിടിച്ചിട്ടുണ്ട്, 283 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചിട്ടുണ്ട്, 2 കിലോഗ്രാമോളം, ടു ബി സ്പെസിഫിക് 1959 ഗ്രാം MDMA പിടിച്ചിട്ടുണ്ട്. കേസുകൾ കൂടുന്നു എന്നതിന്റെ അർത്ഥം കൊച്ചിയിൽ ലഹരി ഉപയോഗം കൂടുന്നു എന്നതല്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ജനം, കൊച്ചി.